ബിഗ് ബോസ് സീസൺ 6 ലൈവിൽ ഒരു കിഡിലൻ ഗെയിം ചേഞ്ചിങ് ഒരു ടേൺ കാണാൻ പറ്റി. ബിഗ് ബോസിൻ്റെ ഒരൊറ്റ അനൗൺസ്മെൻറ്റിൽ മൊത്തം ഗെയിം മാറാൻ വേണ്ടിയുള്ള പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലൈവിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട്, ഞാനത് മിസ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. ക്യാപ്റ്റനായിട്ട് മത്സരിക്കുകയാണ്. എങ്ങനെ മത്സരിക്കാം? ഓരോ ടീമിൻ്റെ ഭാഗത്തു നിന്ന് ഓരോ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുക. ആ ഒരു സ്ഥാനാർത്ഥികളെ അവിടെയുള്ള കണ്ടസ്റ്റൻസിന് വോട്ട് ചെയ്ത് വിജയിപ്പിക്കാം. ബാലറ്റ് വോട്ടാണ്. അപ്പോൾ അത് എണ്ണി ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആൾ ജയിക്കും. അതാണ് ഇത്തവണത്തെ പരിപാടി. അപ്പോൾ ഇതിനകത്ത് വേറെ ഒരു സംഗതിയുണ്ട്. പവർ ടീമായിട്ട് ടണൽ വരുന്ന സമയത്ത് അവർക്ക് സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി പല ബാർഗെയിനിങ്ങുകളിലും ആളുകൾ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ ടീമിനും ഓരോ താല്പര്യങ്ങളുണ്ട്. ഇപ്പോൾ ജിൻഡോ അങ്ങനെ വലിയ ഓഫറിൻ്റെ പുറത്ത് വന്ന ഒരാളാണ്. അപ്പോൾ ജിൻഡോയ്ക്ക് ഒരു ഓഫറുണ്ട്. ക്യാപ്റ്റനായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാമെന്നുള്ളൊരു ഓഫർ നെസ്റ്റിൽ നിന്നൊക്കെ ഉണ്ട്. അപ്പോൾ സിബിന്, ശ്രീരേഖ, ശ്രീതു, അൻസിബ അങ്ങനെയുള്ള ആളുകൾ ജിൻഡോയ്ക്ക് വോട്ട് ചെയ്യാമെന്നുള്ള ഒരു തീരുമാനത്തിലാണ്. എന്നാൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തേണ്ടതുകൊണ്ട് ശ്രീതുവിനെ നിർത്തുകയാണ്. എന്നാൽ ഡെൻ ടീമിൽ ചില അതൃപ്തികളൊക്കെ ഉണ്ട്. ജിൻഡോ ക്യാപ്റ്റനായിട്ട് വരുന്നതോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയാവുന്നതോ നോറയ്ക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അഭിഷേക്, ജയദീപിന് ജിൻഡോയുമായിട്ടൊരു പ്രശ്നമുണ്ട്, അതിലേക്ക് ഞാൻ വരാം. അപ്പോൾ അവർ വലിയ കാര്യമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുന്നില്ല. അങ്ങനെ ജിൻഡോ സ്ഥാനാർത്ഥിയാവുകയാണ്. നോറയ്ക്ക് നിലവിലത്തെ പവർ ടീം അധികാരത്തിൽ തുടരുന്നതിൽ പോലും ആഗ്രഹം ഉണ്ടായിരുന്നു. അവിടെയെല്ലാം നോറ സ്വന്തം ഗെയിമാണ് നോക്കുന്നത്. അത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല, നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ നിലവിലത്തെ പവർ ടീം ആരെയാണ് സ്ഥാനാർത്ഥിയാക്കുന്നത്? അത് ഗബ്രിയാണ്. അപ്പോൾ അതിൻ്റെ ഡിസ്കഷൻ ഞാൻ മിസ്സാക്കി. പക്ഷേ ഗബ്രിയെ നിർത്തുന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ആർക്കും ഒരു ഹോപ്പില്ല. ജിൻഡോ തന്നെ ക്യാപ്റ്റനാവും എന്നുള്ളത് പൊതുവായിട്ട് എല്ലാ ആളുകൾക്കും അറിയാവുന്ന ഒരു സംഗതിയാണ്. ഇങ്ങനെ സ്ഥാനാർത്ഥി നിർണ്ണയം കഴിഞ്ഞു. സ്ഥാനാർത്ഥി നിർണ്ണയം കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ മറ്റേ ഫ്രണ്ടിലത്തെ ലിവിങ് റൂമിൽ ഒത്തുകൂടി സ്ഥാനാർത്ഥികളെ പറയുകയാണ്. അപ്പോൾ ബിഗ് ബോസ് ചോദിക്കുന്ന സമയത്ത് നിങ്ങളുടെ സ്ഥാനാർത്ഥി ആരാണ്? നെസ്റ്റിൻ്റെ ഭാഗത്ത് നിന്ന് ശ്രീരേഖ ചാടി എഴുന്നേറ്റു. ഗെയിം ചേഞ്ചായി. ശ്രീതു എഴുന്നേക്കാനായിട്ട് അനുവദിച്ചില്ല. ശ്രീരേഖ ചാടി എഴുന്നേറ്റു. അപ്പോൾ ശ്രീരേഖയോട് സിബിൻ ഈ കാരണം ചോദിച്ച സമയത്ത് ശ്രീരേഖ പറയുന്നത് ശ്രീതു ഹേർട്ടാവും, തോക്കുമല്ലേ, അപ്പം ഞാൻ ചാവരായിട്ട് എഴുന്നേറ്റ് എന്നാണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. അത് ശ്രീരേഖയുടെ ഒരു ഗെയിമാണ്. ഒക്കട്ടെ എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു ഗെയിമാണ്. അത് എനിക്കത്ര നൈസായിട്ട് തോന്നിയില്ല. സിബിൻ അതൃപ്തിയുണ്ട്, ശ്രീതുവിന് വലിയ അതൃപ്തിയുണ്ട്. അപ്പോൾ അങ്ങനെ ജിൻഡോ എഴുന്നേൽക്കുന്നു, ഗബ്രി എഴുന്നേൽക്കുന്നു. അപ്പോൾ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുകയാണ്. അപ്പോഴത്തേന് ബിഗ് ബോസ് ഒരൊറ്റ അനൗൺസ്മെൻറ്റ്. വേറെ ആർക്കെങ്കിലും സ്വതന്ത്ര സ്ഥാനാർത്ഥികളായിട്ട് നിൽക്കാൻ ആഗ്രഹമുണ്ടോ? പട്ട എഴുന്നേറ്റു. കുറേയധികം ആൾക്കാരങ്ങോട്ട് എഴുന്നേറ്റു. ഗെയിം ചേഞ്ചായി. മറ്റേ നെസ്റ്റിൻ്റെ ടീമിൽ നിന്ന് ശ്രീതു ചാടി എഴുന്നേറ്റു. ഡെന്നിയിൽ നിന്ന് അഭിയും നന്ദനയും ചാടി എഴുന്നേറ്റു. അപ്പം സ്വതന്ത്ര സ്ഥാനാർത്ഥികളുമായി. ഇത് ബിഗ് ബോസിൻ്റെ ഒരു കിടിലൻ കളിയാണ്. വോട്ട് എങ്ങനെ സ്പ്ലിറ്റായി കഴിഞ്ഞാൽ നിലവിൽ ആളുകൾ നിർണ്ണയിച്ച് വെച്ചിരിക്കുന്ന വിജയ് ചിലപ്പോൾ അങ്ങോട്ട് ഇങ്ങോട്ട് പോകാനായിട്ടുള്ള സാധ്യത ഉണ്ട്. ഇതൊരു കിടിലൻ ഗെയിം ചേഞ്ചിങ് ആയിപ്പോയി. ഓരോ ഗ്രൂപ്പുകളിലും അതുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ജിൻഡോയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ജിൻഡോയുടെ ചില ടച്ചുകൾ പല ആളുകൾക്കും അൺകംഫർട്ടബിൾ ആവുന്നുണ്ട്. നിലവിൽ ഇത്തരത്തിലുള്ള വിഷ്വൽസ് ഡയറക്റ്റ് കാണാത്ത നമ്മൾക്ക് അതിനകത്ത് പ്രത്യേകിച്ച് ഒരു അഭിപ്രായം പറയാനായിട്ട് പറ്റില്ല. അൺകംഫർട്ടബിളായി എന്ന ആളുകൾ റിപ്പീറ്റായിട്ട് പറയുന്ന സമയത്ത് അതിപ്പോൾ ചെക്ക് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ വിഷ്വൽ കാണിക്കണം എന്നൊക്കെ ജിൻഡോ പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെ അത് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് അവരാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ബിഗ് ബോസ് ആണിത് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇന്നലെ രാത്രി ജിൻഡോ ബെഡ്റൂമിൽ അബിയെ സ്പർശിച്ചു എന്നുള്ളതാണ് അബിയുടെ പരാതി. അപ്പം കൈയെടുത്ത് തൈസിലെങ്ങാണ്ട് വെച്ചു, പ്രസ് ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത്. ഒരു തവണ അബി എടുത്ത് കൈ മാറ്റി വെപ്പിച്ചു. പിന്നെ രണ്ടാമത്തെ തവണയും മൂന്നാമത്തെ തവണയും വീണ്ടും ആവർത്തിച്ചു. അപ്പോൾ ജിൻഡോ ഇവിടെ പറയുന്നുണ്ട്, ഞാൻ ആദ്യത്തെ തവണ കൈ മാറ്റി വെച്ചത് അറിഞ്ഞിരുന്നു, പിന്നെ ഉള്ളത് ഞാൻ അറിഞ്ഞില്ല. മേ ബി അറിയാതെ ചെയ്തതായിരിക്കാം. പക്ഷേ ജിൻഡോയ്ക്കെതിരെ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ കൂടി വരികയാണ്. അറിയാതെ ചെയ്തതാണ് എന്ന് വിശ്വസിക്കാനായിട്ടാണ് എനിക്കിഷ്ടം. അബി വളരെ നൈസായിട്ട് തന്നെയാണ് ആ ഒരു കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്തത്. പക്ഷേ അബി എല്ലാ ആൾക്കാരോടും പോയി പറഞ്ഞു, കുറേയധികം ആൾക്കാരോട് പോയി പറഞ്ഞു എന്നുള്ളതാണ് അതിനകത്തെ ഒരു സംഭവം. അതേപോലെ ഈ ജിൻഡോയുടെ ഒരു അപ്രോച്ച് ഉണ്ട്. എല്ലാ ആൾക്കാരെയും തൊട്ടാണ് വർത്താനം പറയുന്നത്. അത് ജിമ്മിലെ ആശാന്മാരൊക്കെ കുറേ ആൾക്കാർ അങ്ങനെ ഉണ്ട്. ഇപ്പം ആരെ കണ്ടാലും ജസ്റ്റ് ഷോൾഡറിലൊക്കെ ഒന്ന് പിടിച്ച് എല്ലാം സെറ്റാണോ എന്നൊക്കെ ഒന്ന് നോക്കും. ട്രൈസെപ്സിലൊക്കെ ഒന്ന് പിടിച്ചൊന്ന് ഒന്ന് റിലാക്സ് ചെയ്ത് വിടും. അപ്പം അങ്ങനെയുള്ള പരിപാടി ആശാന്മാർക്ക് മെയിനായിട്ടുള്ളതാണ്. അപ്പോൾ അത് ജിൻഡോ എപ്പോഴും ചെയ്യാറുണ്ട്. അതിപ്പോൾ സായി അതിനെക്കുറിച്ചിട്ട് പറയുന്നുണ്ട്. പക്ഷെ അത് എല്ലാ ആളുകൾക്കും അത്ര അക്സെപ്റ്റബിൾ ആവണമെന്നില്ല. അപ്പോൾ ജിൻഡോ വളരെ ജെന്യുവനായിട്ട് ഒന്നും അറിയാതെ ചെയ്യുന്നതായിരിക്കാം. പക്ഷേ ഈ ആരോപണങ്ങളെന്ന് പറയുന്നത് ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? സീസൺ 6 ബാഡ് ടച്ച് എഗ്നെസ്റ്റ് മെൻ എന്ന് പറയുന്ന ആരോപണം കുറേ വന്നിട്ടുണ്ട്. സുരേഷ് ഷേട്ടൻ ആദ്യം പറയുന്നു രതീഷിനെതിരെ, അതേപോലെ തന്നെ ഗബ്രി പറയുന്നു. ഗബ്രിയുടെയൊക്കെ പിന്നെ ഇടയ്ക്ക് പരാജയപ്പെട്ടു പോവുകയുണ്ടായി. എന്നാലും ഗബ്രി പറയുന്നുണ്ട്. ഇപ്പം അബി പറയുന്നു. ഇപ്പോൾ ജിൻഡോയ്ക്കെതിരെ ആരോപണം വരുന്ന സമയത്ത് സീനാണ്. ശരണ്യ അങ്ങനെ ചെറിയ രീതിയിൽ മെൻഷൻ ചെയ്തിരുന്നു.
അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളത് അറിയില്ല. അതിൽ നമുക്ക് നേരിട്ടൊന്നും അറിയത്തില്ലാത്ത കാര്യങ്ങളാണ്, അഭിപ്രായം പറയാനായിട്ട് പറ്റില്ല. അത് ബിഗ് ബോസാണ് അതിനെക്കുറിച്ചിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടത്. ജിൻഡോയ്ക്കെതിരുള്ള ആരോപണം അത് ആണുങ്ങളെ തൊട്ട കേസൊക്കെ ആയതുകൊണ്ട് അത്രയധികം വലിയ രീതിയിൽ ഡിസ്കഷനിലേക്ക് വരാൻ സാധ്യതയില്ല. സിബിനൊക്കെ പറയുന്നുണ്ട് അത് വലിയ ഡിസ്കഷനിലേക്ക് വരില്ല, പക്ഷേ തിരിച്ച് താൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവും. അത് സംഭവിക്കുന്നുണ്ട്. കാരണം നന്ദന ഈ ഒരു കാര്യം പറയുന്ന സമയത്ത് നന്ദന പറഞ്ഞു രണ്ടാമത്തെ തവണയൊക്കെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞാനാണെങ്കിൽ ചെവിക്കലിനടിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് ജിൻഡോ ഉദ്ദേശിച്ച് പറയുന്നതല്ല, ഒരു സിറ്റുവേഷൻ പറയുന്നതാണ്. അപ്പോൾ തന്നെ ജിൻഡോ അങ്ങോട്ട് പറയുകയാണ് നീ ഇന്നലെ കിടന്ന സമയത്ത് നിൻ്റെ കൈ വേറെ ഒരാളുടെ കയ്യിലായിരുന്നല്ലോ എന്നൊരൊറ്റ പറച്ചിൽ. പക്ഷെ അങ്ങനെ പറയരുത്, അത് സായി നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷേ ജിൻഡോ അതിന് സോറി ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കിടക്കുന്ന സമയത്ത് ആളുകൾ അങ്ങനെ അറിയാതെ പല കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇതാണ് ഹൗസിൽ അദ്ദേഹത്തിനെതിരെ വന്ന ഒരു ആരോപണം. നോറ ശരിക്കും ഈ ഒരു പ്രശ്നത്തെ കത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അബിയോട് നിലപാടുകളായിട്ട് പറയുക എന്നൊക്കെ പറയുന്നുണ്ട്. നോറയ്ക്ക് ജിൻഡോയോട് താല്പര്യക്കുറവുണ്ട്, അതാണ് സംഭവം. ഇവിടെ ജിൻഡോയ്ക്ക് ഗുണകരമായത് സായിയൊക്കെ ഉള്ളതുകൊണ്ടാണ് സായിയൊക്കെ നൈസായിട്ട് ആ ഒരു പ്രശ്നത്തെ ന്യൂട്രലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ആ ഒരു സിറ്റുവേഷനിൽ സംഭവിച്ചത്. ഇനി ജാൻമണിക്ക് ഫൈനൽ വാർണിംഗ് കിട്ടിയതാണ് നമ്മൾ ആദ്യം കണ്ടത്. ജാൻമണി തീരെ സഹിക്കാൻ പറ്റുന്നില്ല ബിഗ് ബോസിന്. അത്രയധികം ആളുകളുടെ അടുത്ത് മെക്കിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കരമായിട്ട് ആളുകളെ പേടിപ്പിക്കുന്ന ജാൻമണിയാണ് ഈ ഒരു അവസരത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ജാൻമണിയെ ഋഷി ആൻഡ് അൻസിബ കാര്യമായിട്ട് തന്നെ ഉപദേശിക്കുന്നുണ്ട്. എന്നാലും ജാൻമണി തിരുത്തുമെന്ന് തോന്നുന്നില്ല. ജാൻമണിയുടെ ഒരു ആറ്റിറ്റ്യൂഡാണ്. ജാൻമണിക്ക് തിരുത്തുന്നത് എന്തോ വലിയ അഭിമാന പ്രശ്നമാണ് എന്നുള്ള ഒരു തോന്നലാണ്. ഇനിയിപ്പോൾ മുമ്പേ നോറ ആൻഡ് അൻസിബയുടെ ഗെയിമിനെ കുറിച്ചിട്ട് ഞാൻ അത്ര നൈസായിട്ട് പറഞ്ഞില്ല എന്ന് ആളുകൾ പരാതിപ്പെടുകയുണ്ടായി. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും മുന്നോട്ട് നോക്കിയിട്ടാണ് റിവ്യൂ ചെയ്യുന്നത്. എൻ്റെ ഒരു ന്യൂനതയായിരിക്കാം. അങ്ങനെ നിങ്ങൾക്ക് ആരോടെങ്കിലും ഒരു ഫേവറേറ്റിസം കാണിക്കുന്നുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ക്ഷമിക്കുക, അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല. ഞാൻ മുന്നോട്ടാണ് നോക്കുന്നത്. അപ്പോൾ ഒരു ടോപ്പ് 5 ടോപ്പ് 7 ലിസ്റ്റാണ് എപ്പോഴും മൈൻഡിൽ ഇങ്ങനെ കിടക്കുന്നത്. അതൊരു പ്രശ്നമാണ്. അപ്പോൾ ആ ഒരു 7 ലിസ്റ്റിലേക്ക് വരാനായിട്ട് താല്പര്യമുള്ള ആ തരത്തിൽ ഗെയിമുള്ള ആൾക്കാരെ നമ്മൾ കൂടുതൽ എപ്പോഴും അറിയാതെ പറഞ്ഞു പോകും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഈ റിപ്പീറ്റേഷൻ ഗെയിം നമുക്ക് ഭയങ്കരമായിട്ട് ബോറടിക്കും. ഞാൻ ഈ ലൈവും കണ്ട് എപ്പിസോഡും കാണുന്ന സമയത്ത് എനിക്ക് പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ചില നോമിനേഷൻസ് ക്രിറ്റിസിസം ഒക്കെ ഉണ്ട്. ഇപ്പോൾ നോറ ആരെയാണ് പറയാൻ വേണ്ടി പോകുന്നത് എന്നുള്ളത് എനിക്ക് 100% അറിയാം. നോറ എന്താണ് പ്രതീക്ഷിക്കുന്നുള്ളത് എനിക്ക് എപ്പോഴും അറിയാം. അൻസിബ ആരെയാണ് പറയാൻ പോകുന്നത് എന്നുള്ളത് എനിക്കറിയാം. നോറ ജാൻമണിയെ പറയുന്നു, അൻസിബ അപ്സരയെ പറയുന്നു, അൻസിബ ആരെ പറയുന്നു അതിനെ ഋഷി സപ്പോർട്ട് ചെയ്യുന്നു. ഇത് ഞാൻ എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതേപോലെ തന്നെ നോറയ്ക്ക് എന്താണ് ഗെയിം? ആരെങ്കിലും നോറയ്ക്കെതിരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ഗെയിമുണ്ട്. അല്ലാതെ നോറയ്ക്കൊരു ഗെയിം എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് ഈ റിപ്പീറ്റേഷൻ അടിക്കുന്നത് കൊണ്ടാണ് ഇത് എത്ര കാലം സഹിക്കും എന്ന് തോന്നുന്നത് കൊണ്ടാണ് എനിക്ക് അതിനകത്തൊന്നും ഒരു വലിയ ഗെയിം ചേഞ്ചിങ് തോന്നാത്തത്. ഇപ്പം ജാൻമണിക്കെതിരെ എന്നും നോറ പറയുന്നുണ്ട്, എന്നും ഏതൊരവസരത്തിലും ജാൻമണിക്കെതിരെ നോറ പറയുന്നുണ്ട്. അപ്പോൾ ഇന്ന് പറഞ്ഞത് വർക്കായി. അപ്പോൾ അതുകൊണ്ട് നോറയുടെ ഗെയിം സൂപ്പറാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഇന്ന് പറഞ്ഞത് പ്രൊമോയിൽ കയറി വർക്കായി. കഴിഞ്ഞ ദിവസം പറഞ്ഞത് വർക്കായി. ഗബ്രിക്കെതിരെ പറഞ്ഞത് വർക്കായി. പക്ഷേ എല്ലാ ദിവസവും ഗബ്രിക്കെതിരെ പറയാറുണ്ട്. പവർ ടീമിനെ നിലനിർത്താനായിട്ട് നോറ ആഗ്രഹിക്കുന്നതും ഈ പറയാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ അതിനകത്ത് എനിക്കൊരു നല്ല ഗെയിം ഫീൽ ചെയ്യുന്നില്ല. ജെന്യുവിനായിട്ട് പറയുന്നതാണ്, നല്ല ഗെയിം ഫീൽ ചെയ്യുന്നില്ല. പിന്നെ അൻസിബയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിലും അൻസിബ അപ്സരയൊക്കെ വിട്ടിട്ട് അപ്സരയൊക്കെ വെച്ചുള്ള കളി എന്ന് തുടങ്ങിയതാണ്? അതിൻ്റെ പിന്നിലുള്ള റീസൺ എന്താണ്? വേറെ എന്ത് ഗെയിമാണ് ഉള്ളത് അൻസിബയ്ക്ക്? ഒന്ന് ആലോചിച്ച് നോക്കി. ഇവർ നോമിനേഷൻസ് സർവൈവ് ചെയ്യുമോ? വരും നോമിനേഷൻസ് കുറേ ദിവസങ്ങൾ ഇങ്ങനെ പോവും, തട്ടിമുട്ടി പോവും. കാരണം അത്രയധികം കണ്ടസ്റ്റൻസ് ഉള്ളതുകൊണ്ട് തട്ടിമുട്ടി പോവും. അല്ലാതെ ഇവർ നോമിനേഷൻ സർവൈവ് ചെയ്യുമോ? ഇപ്പോൾ വൈൽഡ് കാർഡുകളായിട്ട് വന്നിട്ടുള്ള ആളുകൾ അവരുടെ ഇടയ്ക്കൊക്കെ ഇവർ സർവൈവ് ചെയ്യുമോ? ഇപ്പോൾ അതിനകത്ത് കുറച്ച് 1-2 ആൾക്കാരുണ്ട്. ഇപ്പോൾ അബിയുണ്ട്, ശ്രീകുമാറുണ്ട്, സായി ഉണ്ട്. അവരൊക്കെ ഡൗൺ ആണെങ്കിലും അവരിലും ചില സാധ്യതകൾ ഉപയോഗിക്കാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. ബാക്കി 2 ആൾക്കാരും ഭയങ്കര റിപ്പിറ്റേഷൻ അല്ലേ അവരുടെ അപ്രോച്ചുകൾ, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അതേപോലെ മുന്നേ പറയാൻ വിട്ടുപോയൊരു സംഗതിയുണ്ട്. ജിൻഡോ ഒരു അസാധ്യ ക്യാരക്ടറാണ്, ഡിഫറെൻറ്റ് ക്യാരക്ടറാണ്. അദ്ദേഹം വളരെ ഡിഫറെൻ്റ് ആയിട്ട് കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യുന്നുണ്ട് എന്ന് ശ്രീരേഖ, അൻസിബ, ഋഷി എന്നിവർ ഡിസ്കസ് ചെയ്യുന്നു. ശരിയാണ്, ജിൻഡോ സീസൺ 6 ഡിഫറെൻ്റ് ആണ് നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ. അദ്ദേഹം സ്ട്രാറ്റജീസ് കോപ്പി അടിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണെന്നുണ്ടെങ്കിലും സീസൺ 6 അദ്ദേഹത്തിൻ്റെ പ്രസൻസ് ഡിഫറെൻ്റ് ആണ്. അദ്ദേഹം ഡെയിലി ഗെയിം മാറ്റുന്നുണ്ട്, അപ്രോച്ചുകൾ മാറ്റുന്നുണ്ട്. അദ്ദേഹം ഗെയിമിന് വേണ്ടി പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള ആളുകൾ ഈ റിപ്പിറ്റേഷൻ പരിപാടിയാണല്ലോ കാണിക്കുന്നത്. പിന്നെ പൂജ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വലിയ പ്രതീക്ഷകളാണ്. ഇപ്പോഴും പൂജ ജാസ്മിനോടൊക്കെ സംസാരിക്കുന്ന ചില രംഗങ്ങൾ കാണാനായിട്ടിടയായി. അപ്പോൾ ഇതൊക്കെയാണ് ലൈവിൽ നടക്കുന്ന കാര്യം.